നമ്മളിപ്പോൾ നിൽക്കുന്നത് കാട്ടാക്കടയിൽ അരുവിക്കരയിലാണ്. ഇവിടെ മറ്റൊരു ജനപ്രതിനിധികളിലേക്കൊക്കെ പോകുന്നത്. ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ വന്നിട്ടുണ്ടല്ലോ. നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് പേരെന്താ? കല. ഈ അരുവിക്കര ഈ നാട് ഇത്ര മനോഹരമായി സൂക്ഷിക്കുന്നതിന്റെ രഹസ്യം എന്താ? ഞങ്ങളുടെ പ്രകൃതി രമണീയമായ, ഞാൻ ചുമ്മാ പറഞ്ഞ രഹസ്യമാണ്, പ്രതിപക്ഷം ഇവിടെ റിപ്പോർട്ട് അവർ പറയും. പ്രകൃതി രമണീയമായ സ്ഥലമാണ്. എല്ലാ ആഘോഷ സമയത്തും ഞങ്ങൾ ഈ ഡാം സൈറ്റ് വൃത്തിയാക്കുകയും അതുപോലെ തന്നെ ഇവിടെ ശിവ പാർക്കുണ്ട്. ഞങ്ങളുടെ കഴിഞ്ഞ കാലത്തൂടെ ഉണ്ടായിരുന്ന സമ്പത്ത് MP അദ്ദേഹത്തിന്റെ വികസന ഫണ്ടിൽ നിന്ന് എല്ലാ വർഷവും ഈ ശിവ പാർക്ക് നവീകരിക്കുമായിരുന്നു. ഇപ്പൊ ഞങ്ങളുടെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം തുക വിനിയോഗിക്കാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കില്ലെങ്കിലും കർക്കിടക ബലി വളരെ വിപുലമായ രീതിയിൽ നടക്കുന്ന ഒരു സ്ഥലമാണ് ഈ സ്ഥലം. മാത്രമല്ല ഈ വേനൽ മഴ കഴിഞ്ഞ് നമ്മൾ ആദ്യമായിട്ട് നല്ല മഞ്ഞ് കണ്ടത് ഈ കാട്ടാക്കടയിലോട്ട് കയറിയപ്പോഴാണ്. ഇടയ്ക്കിടയ്ക്ക് നല്ല മഞ്ഞുണ്ട്, നല്ല ഈയാമ്പാറ്റകളൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ മനോഹരമായ കാഴ്ചയാണ്. നല്ല ചൂടിൽ തിളച്ചു നിൽക്കുമ്പോൾ അല്ലേ ഒരു ചെറിയ ആശ്വാസമായില്ലേ ഇന്നലത്തെ വേനൽ മഴ? മഴ നല്ല ആശ്വാസമാണ്. ആണോ? നല്ല കാലാവസ്ഥയാണ് ഇപ്പോ. പക്ഷെ രാഷ്ട്രീയത്തിൽ തണുപ്പൊന്നും ഇല്ലല്ലോ. രാഷ്ട്രീയത്തിൽ നല്ല ചൂട് പിടിച്ചിട്ടുണ്ട്. ഇന്ത്യ രാജ്യം ഒരുമിച്ച് നിർത്തണം ആവശ്യം. ഇന്ത്യ ഒരു കെട്ടായിട്ട് നിർത്തണം. അതിന് ഇന്നത്തെ നിലയിൽ ഇന്നത്തെ കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ വളരെ ദോഷം ചെയ്യുന്ന നിലയിൽ പോവുകയാണ്. രാജ്യത്തിനെ മതാധിഷ്ഠിതമാക്കാൻ സമ്മതിക്കാൻ പാടില്ല. അതായത് നിലവിലപ്പോ ഇന്ത്യ മുന്നണി ഒരുമിച്ച് നിർത്താൻ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നിന്ന് ആരാണ് പോകേണ്ടത്? ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നിന്ന് പോകേണ്ട ജോയി തന്നെ, സംശയത്തിന്റെ കാര്യമില്ല. ജോയി തന്നെയാണ് ഒരുമിച്ച് നിർത്താൻ. ജോയി അതിന് മിടുക്കനാണ്, അതിന് സമർത്ഥനാണ്, മോഡിയുമായി ഏറ്റുമുട്ടാൻ പറ്റിയ ആളാണ്. അങ്ങനെയുള്ള ആളുകളെയാണ് അയക്കേണ്ടത് ഈ നിയോജകമണ്ഡലത്തിൽ. ഏറ്റുമുട്ടാൻ വേണ്ടി അങ്ങനെ തന്നെയാണോ? ഒരു കാരണവശാലും അങ്ങനെയല്ല. അടൂർ പ്രകാശ് എന്ന് പറയുന്ന അദ്ദേഹം തന്നെയാണ് ഇവിടെ നിന്ന് പാർലമെന്റ് അംഗമായി തെരഞ്ഞെടുത്ത് പാർലമെന്റിലേക്ക് പോകേണ്ടത്. അടൂർ പ്രകാശ് പേര് മാറ്റേണ്ട സമയമായി തോന്നുന്നു അല്ലേ? ആറ്റിങ്ങൽ പ്രകാശനാക്കേണ്ട സമയമായി. നിങ്ങളൊക്കെ ആവശ്യപ്പെടണം. കാര്യം ആറ്റിങ്ങൽ മണ്ഡലത്തിലൂടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു എന്നാണല്ലോ എല്ലാവരും പറയുന്നത്. ശരിയല്ലേ? അല്ല, ഞാൻ അദ്ദേഹത്തോട് കഴിഞ്ഞ അടൂർ പ്രകാശിന്റെ പേര് ആറ്റിങ്ങൽ പ്രകാശനാക്കണം. അപ്പൊ പുള്ളി പറഞ്ഞു അത് കുഴപ്പമില്ല, ഞാൻ ജനിച്ചത് അടൂരാണ്, അടൂരായിട്ട് വൈകാരിക ബന്ധമുണ്ട്, രാഷ്ട്രീയ ബന്ധം പക്ഷേ ഇപ്പോൾ കൂടുതൽ ആറ്റിങ്ങലാണ്. അല്ല, കഴിഞ്ഞ 5 വർഷക്കാലം ഈ MP ഫണ്ട് എത്ര രൂപ നമുക്ക് വിനിയോഗിക്കാൻ പറ്റിയിട്ടുണ്ട്? അല്ലെങ്കിൽ MP ഫണ്ടൊക്കെ നമുക്ക് കോവിഡുമായി ബന്ധപ്പെട്ട് ഒരു 3 വർഷക്കാലത്തോളം ഒന്നും തന്നെ കൊടുക്കാതെ ഇരുന്ന ബ്ലോക്ക് ചെയ്ത ഒരു അവസ്ഥ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ നിലവിൽ MP മാരിൽ ഏറ്റവും കൂടുതൽ ഫണ്ട് ചെലവഴിച്ച MP അടൂർ പ്രകാശാണ്. ഏറ്റവും നന്നായിട്ട് തെരഞ്ഞെടുപ്പ് മാനേജ് ചെയ്യുന്നതും ഈ അടൂർ പ്രകാശാണ്. അപ്പോൾ വലിയ അടിയൊഴുക്കുകളൊക്കെ നടക്കുന്നുണ്ട്. അടിയൊഴുക്കുകൾ എല്ലാം തീർച്ചയായും അദ്ദേഹം മുന്നിൽ കണ്ടുകൊണ്ട് അതിന്റെ വേണ്ട വോട്ടർ പട്ടികയിൽ കഴിഞ്ഞ വർഷവും ഉൾപ്പെടെയുള്ള ഇരട്ടി വോട്ടുകളെല്ലാം കണ്ടുപിടിച്ച് നീക്കം ചെയ്യുകയും ഈ BJP-യുടെ സഹായം കിട്ടിയെന്ന് ഇന്നലെ റിപ്പോർട്ടറിലൂടെ ജയരാജ കൈമൾ വെളിപ്പെടുത്തി. ശരിയാണോ? അത് ഫേക്ക് ന്യൂസ് ആണ്. അത് അവരുടെ കാഴ്ചപ്പാടാണ്. അത് അവരുടെ കാഴ്ചപ്പാട്. ഞങ്ങളല്ല കേട്ടോ. ജയരാജ കൈമൾ എന്ന് പറയുന്ന പാർട്ടിയുടെ അന്നത്തെ തെരഞ്ഞെടുപ്പ് സമിതിയുടെയൊക്കെ ചുമതല ഉണ്ടായിരുന്ന, പിന്നീട് പാർട്ടി ഓഫീസിന്റെ സെക്രട്ടറി ആയിരുന്ന ഒരാളാണ്. അങ്ങനെ എന്തെങ്കിലും നീക്കുപോക്കൊക്കെ നടക്കുമോ ഈ തെരഞ്ഞെടുപ്പിലും? ഇല്ല, ഇത് തീർച്ചയായും നമുക്ക് അനുകൂലമായി തന്നെയാണ്. അങ്ങനെ നീക്കുപോക്കുമല്ലോ നടക്കുമോ? ഇവിടെ ഇതൊന്നും നടക്കില്ല. അഭിപ്രായ വ്യത്യാസമുണ്ട്. അവര് BJP-യിലേക്ക് പോകുകയല്ലേ. ഇവിടെയുള്ള ആളുകൾ തന്നെ പത്രത്തിൽ വലിയ വാർത്ത വന്നില്ലേ? തങ്കമണി ദിവാകരൻ, ഇപ്പൊ ശരത്ചന്ദ്ര പ്രസാദ് ഇന്നലെ രാജിവെച്ചു. BJP പോയിട്ടില്ല. ഒരുപാട് പേര് പോകുന്നുണ്ടല്ലോ. മുഖ്യമന്ത്രി ആന്റണിയുടെ മകൻ പോയില്ലേ? പത്മജ കരുണാകരൻ മുഖ്യമന്ത്രി, അദ്ദേഹത്തിന്റെ മകള് പോയില്ലേ? എല്ലാവരും പോയി. എങ്ങനെ കോൺഗ്രസിനെ വിശ്വസിക്കാൻ പറ്റും? അതാണ് ഒരു ചോദ്യം. ഓക്കെ, എന്താ മൊത്തത്തിലുള്ള ഇവിടുത്തെ അവസ്ഥ? നമ്മളിപ്പോ ഇവിടെ കേട്ടൊരു വാർത്ത, മോഡിയുമായി ആണ് ഇവർ പോകുന്നത്. പക്ഷേ മല്ലയുദ്ധത്തിലാണോ പോകുന്നതെന്നാണ്. പക്ഷേ നമ്മളിവിടെ ആവശ്യം എന്ന് പറയുന്നത് വികസനം നമ്മുടെ നാട്ടിലേക്ക് എത്തണം. അതിന് ഭരണമുന്നണിയുടെ കൂടെ നിൽക്കുന്ന ഒരു MP-യെ നമ്മൾ ഇവിടുന്ന് തിരഞ്ഞെടുത്തയക്കണം. അതാണ് പരമപ്രധാനം എന്ന് പറയുന്നത്. ഇതുവരെ ഈ മണ്ഡലത്തിനകത്ത് ഒരു MP ജയിച്ചിട്ട് മന്ത്രി എന്നുള്ള തലത്തിലേക്ക് പോയിട്ടില്ല. പക്ഷേ നമ്മുടെ V മുരളീധരൻ ജയിച്ചു കഴിഞ്ഞാൽ ഈ മണ്ഡലത്തിലെ മന്ത്രി ആയിട്ട് പ്രതിനിധീകരിച്ച് പാർലമെന്റിൽ ഇപ്പൊ ജയിച്ചിരിക്കട്ടെ. ഇപ്പൊ സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിച്ചു, തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ ജയിച്ചു, ആറ്റിങ്ങലിൽ ജയിക്കുന്നത് V മുരളീധരനാണെന്നിരിക്കട്ടെ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ എത്ര മന്ത്രിമാർ വരും? നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ നിന്ന് 3 പേര് ജയിച്ചാൽ ക്യാബിനറ്റ് പദവി ഒരാളിനും 2 പേർക്ക് സഹമന്ത്രി സ്ഥാനവും കൊടുക്കാനുള്ള ഫോർമുല. അപ്പൊ ആറ്റിങ്ങലുകാർ വോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മന്ത്രിയെ വേണോ എന്നതാണ് നമ്മൾ വെക്കുന്ന മുന്നോട്ടുള്ള ചോദ്യം. മാത്രമല്ല മന്ത്രിയിലൂടെ വികസനം വേണോ? വികസനം നമ്മുടെ നാട്ടിലേക്ക് എത്തണം. മാത്രവുമല്ല, നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പിനേക്കാൾ വ്യത്യസ്തമായി കാണുന്നത് വയനാട്ടിൽ രാഹുൽ ഗാന്ധിയും ആനി രാജയും മത്സരിക്കുന്നത് തന്നെയാണ്. ഇവർ ഡൽഹിയിൽ ഒരുമിച്ച് നിന്നുകൊണ്ട് എതിർക്കുകയും ഇവിടെ ഒരുമിച്ച് നിൽക്കുകയും അതേ സ്ഥാനത്ത് കേരളത്തിലേക്ക് വരുമ്പോൾ വിഭിന്നമായി മത്സരിക്കുകയും ചെയ്യുന്ന ഒരു മത്സരം ആയിരുന്നാലും ഇവരെന്തിനാ രണ്ടായി മത്സരിക്കുന്നത്? ഒന്നിച്ചെന്നാ പോരെ. നിങ്ങൾക്കൊരു ഇടം തരാതിരിക്കാൻ വേണ്ടി. നമുക്ക് വയനാട് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മളില്ല, ആകെ 8% ഉള്ളൂ. നമ്മൾ വളരെ കുറഞ്ഞ ഒരു സ്ഥലം നോക്കി
ഈ രാഹുൽ ഗാന്ധി അവിടെ എത്തിയതാണ്. കാരണം ആ വയനാട് പോലെയുള്ള BJPക്ക് രാഹുൽ ഗാന്ധി ആരെ എതിർക്കുന്നത്? BJP ആണ്. അപ്പൊ BJPക്ക് ശക്തിയുള്ളിടത്ത് ചെന്ന് നിന്ന് എതിർത്ത് രാഹുൽ ഗാന്ധിയുടെ പവർ കാണിക്കണം. അല്ലാതെ BJP ഏറ്റവും ദുർബലമായ ഒരു സ്ഥലത്ത് ചെന്ന് നിന്ന് രാഹുൽ ഗാന്ധി ഞാൻ 2 ലക്ഷം 3 ലക്ഷം വോട്ടിന് ജയിച്ചു എന്ന് പറഞ്ഞാൽ യാതൊരു അർത്ഥവുമില്ല. എതിരിടാൻ വരുമെന്ന് വെല്ലുവിളിക്കുമ്പോൾ ആ മറു സൈഡിൽ വെല്ലുവിളിക്കുന്നവന് പവർ ഉള്ളിടത്തിലാണ്. അല്ലാതെ കാര്യമില്ല. അപ്പൊ എന്തായാലും ആറ്റിങ്ങൽ മണ്ഡലത്തിൽ BJPക്ക് ഒരു സാധ്യത ഉണ്ട്. മണ്ഡലത്തിൽ BJPക്ക് ഈ തവണ V മുരളീധരൻ ജയിക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതിന് കാരണമെന്ന് പറയുന്നത് കേരളത്തിലെ ഇന്ന് ഭരണം നടത്തുന്ന ഭരണകക്ഷിയുടെ ഭരണവൈകല്യങ്ങൾ, പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങളെ കൊടുക്കുന്നില്ല. 7 മാസമായി കൊടുക്കുന്നില്ല. കുറച്ചേ ഉള്ളൂവെങ്കിലും പെൻഷന് വേണ്ടി കേന്ദ്ര സർക്കാരിന്റെ കുറച്ച് പണം ഉണ്ടല്ലോ. കേന്ദ്ര സർക്കാരിന്റെ പണമുണ്ട്. പക്ഷെ ഈ കേരളത്തിലേക്ക് കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന പണങ്ങൾ അതിന്റെ യഥാവിധിയുള്ള കണക്ക് കേന്ദ്ര ഗവൺമെന്റ് ബോധിപ്പിക്കാത്തതുകൊണ്ടാണ് ബാക്കി കൊടുക്കാത്തത്. ശരി. അപ്പം മൊത്തത്തിൽ എങ്ങനെ ഒരു രാഷ്ട്രീയ ചിത്രം ആറ്റിങ്ങൽ മണ്ഡലത്തിൽ കടുത്ത മത്സരമാണെന്നുള്ള ഏകദേശം ഒരു ചിത്രം ഇങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട്. ഇപ്പൊ BJP ഇറക്കിയിരിക്കുന്നത് V മുരളീധരനെയാണ്. കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രൻ വോട്ട് പിടിച്ചു. മാത്രമല്ല സിറ്റിംഗ് MP അടൂർ പ്രകാശ് നന്നായി ഇലക്ഷൻ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. V ജോയ് പാർട്ടിയുടെ സംഘടനാശേഷി അത് ചലിപ്പിക്കാൻ കഴിയുന്ന ആളുമാണ്. എന്താ ഒരു സാധ്യത? സാധ്യത എപ്പോഴും LDF-നാണല്ലോ. ആണോ? എപ്പോഴും അല്ലല്ലോ. കഴിഞ്ഞ തവണ അടൂർ പ്രകാശ് കൊണ്ടുപോയില്ലേ? ചെറിയൊരു ഇതിന്റെ ഇതിലല്ലേ പോയത്. ഞങ്ങളുടെ ഇപ്പം പൂർണ്ണമായി വിശ്വസിക്കുന്നു തിരിച്ചുപിടിക്കും. മണ്ഡലം ഞങ്ങൾ തിരിച്ചുപിടിക്കും. കുറെ വർഷങ്ങളായി ഞങ്ങളെ കയ്യിലിരുന്നതാണ്. ചെറിയൊരു അബദ്ധത്തിൽ കഴിഞ്ഞ പ്രാവശ്യം പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്രാവശ്യം ഞങ്ങൾ തിരിച്ചുപിടിക്കും. ഉറപ്പായി തിരിച്ചുപിടിക്കും. അങ്ങനെ തന്നെയാണോ? ഉറപ്പായും. പക്ഷേ ഒരു മന്ത്രിയെ വേണ്ടേ എന്നുള്ളതാണ് BJPയുടെ ചോദ്യം. മന്ത്രി ഇപ്പൊ കഴിഞ്ഞ 5 വർഷം മന്ത്രിയായിരുന്നു കേന്ദ്രമന്ത്രി. എന്തുപയോഗം? പക്ഷെ അത് നമ്മുടെ സംസ്ഥാനത്തിൽ നിന്നല്ലല്ലോ, പുറത്തുനിന്നല്ലേ. ഇവിടെ നിന്നായിരുന്നാലും ഈ നാട്ടുകാരനല്ലേ. ഇവിടെ കിട്ടേണ്ട പൈസയോ അല്ലെങ്കിൽ കേന്ദ്രം തരേണ്ട വിഹിതമോ വാങ്ങാൻ ഒരു സംസാരം അവര് വർത്തമാനം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടോ? ന്യായമായ ചോദ്യമാണ്.